മറ്റുള്ളവർക്ക് വേണ്ടി മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ഉറക്കം കളയുന്ന മനുഷ്യർ ഒന്നറിഞ്ഞിരിക്കണം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ മനസ്സിൻ്റെ സമനില തെറ്റുമാറ് ടെൻഷൻ അനുഭവിക്കുന്നത്, അവർ സന്തോഷത്തിലും സുഖത്തിലും ടെൻഷനടിച്ച് നിങ്ങൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ അവർ സുഖനിദ്ര അനുഭവിക്കുകയുമാണ്. മനസ്സും ശരീരവും ഒരുപോലെ വയ്യെന്ന് പറയുന്ന ദിവസങ്ങളിലാവും നമ്മൾ പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യത്തിനായി അത്രയും കൊതിച്ചു പോകുന്നത്, അല്ലേ? പക്ഷേ അന്നാവും പതിവുള്ള സാന്നിധ്യം പോലുമില്ലാതെ നമ്മൾ വല്ലാതെ തനിച്ചായി പോകുന്നതും. അവനവനോട് തന്നെ സഹതാപം തോന്നുന്നതിനേക്കാൾ വേദനാജനകമായ മറ്റൊന്നില്ല എന്ന് തോന്നുന്നു. സ്വയം വിലമതിക്കാതിരിക്കുന്നതിനെ, ആളുകളെ അന്ധമായി വിശ്വസിച്ചതിനെ, ആത്മാവിനെ വേദനിപ്പിച്ചിട്ടും നിരന്തരം അവരോട് ക്ഷമിച്ചതിനെ, സ്വന്തം മൂല്യം തിരിച്ചറിയാത്തവരോട് ചേർന്ന് നിന്നതിനെ. തീർച്ചയായും അവനവനോട് തോന്നുന്ന സഹതാപത്തേക്കാൾ വേദന മറ്റെന്തുണ്ട്? നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അതൊരു പക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സമീപം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദന പതിയെ ഇല്ലാതാകും. ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വലിയ കാരണങ്ങൾ ഓർത്ത് ഒരിക്കൽ ഇതൊന്നും ഒന്നുമല്ലെന്നോർത്ത് ചിരിക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, ഇഷ്ടപ്പെടുന്ന പോലെ ജീവിതം മാറുന്ന ഒരു സമയം വരും. അതുവരെ കടന്നു വരുന്നതെന്തും ധൈര്യത്തോടെ നേരിടുക. മുന്നോട്ട് നടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴൊക്കെ ഇത്രയും ദൂരം കടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർക്കുക.